ഞാനിന്ന് ഓൺലൈൻ വഴി കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ മേടിച്ചു. അതുപോലെ ചെറിയ സാധനം വലുതായിട്ട് കാണാനുള്ള ഒരു സാധനം നോക്കാം. അതുപോലെ ഈ സാധാരണ ടെമു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓൺലൈനിൽ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമുള്ളതല്ല, എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഒരു രസം തോന്നും, അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ്. ആദ്യം അവരുടെ കൂട് പൊട്ടിക്കാം. എനിക്ക് തോന്നുന്നത് ഇത് എല്ലാവർക്കും ഇങ്ങനത്തെ ഓരോ ചെറിയ വട്ടുകളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട്? ഇല്ലാത്തവർ അല്ല, ഉള്ളവർ അടിയിലൊന്ന് കവർ ചെയ്ത് ഇതിനകത്ത് ഓരോ സാധനങ്ങളുണ്ടല്ലോ. ആദ്യം കിട്ടിയൊരു സാധനമാണ് ഇതിങ്ങനെ ഫാമിലി ഫോട്ടോ. അതിനൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ അവിടെ ഇരിക്കട്ടെ. ബാക്കി എന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. കാര്യമൊക്കെ ആണെങ്കിൽ ഇവരുടെ പാക്കിങ്ങൊക്കെ ഭയങ്കര പാക്കിങ്ങാണ്. വേറെ ആരും തുറക്കൊന്നും ചെയ്യാതെ 3-4 കൂട്ടിലൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ട്. ചാടിപ്പോയത്. പിന്നെ ഒരു സാധനമുണ്ട് അതിനകത്ത്. അയ്യേ, ഇതൊരു കാറിൻ്റെ എന്താ ചുമ്മാ 2D. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഈ മെറ്റൽ കാസ്റ്റായിട്ടുള്ള നല്ല കുഞ്ഞ് കാറായിരിക്കുമെന്ന് വിചാരിച്ചു. എനിവേ, ചില സമയത്ത് നമുക്കിങ്ങനെ ഓരോ അബദ്ധമൊക്കെ പറ്റും. പിന്നെ ഒരു സ്റ്റിക്കറാണ്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാം. ഗ്ലാസ്സിലോ പ്ലേറ്റിലോ എവിടെയെങ്കിലും പൊട്ടിക്കാൻ പാകത്തിന്. തുറക്കണമല്ലോ. ഇത് ഗോൾഡൻ കളറിൽ ഇങ്ങനെ പേരെഴുതി ഒരു സ്റ്റിക്കർ. ചുമ്മാ മേടിച്ചതാ, 2 രൂപയേ ഉള്ളൂ വില. അങ്ങനെ 2 കഴിഞ്ഞിട്ടും മേടിച്ചു. ഇത് കുറച്ചുകൂടെ നല്ല കാര്യം. ഇത് ഉള്ളിയുടെയൊക്കെ തൊലി കളയാനുള്ള ഒരു സാധനമാണ്. നമ്മുടെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊലി പെട്ടെന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഞാൻ മെയിൻ സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ബോക്സ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു മൈക്രോസ്കോപ്പാണ് ഇത്. 5000 ടൈംസ് എൻലാർജ് ചെയ്ത് കിട്ടുമെന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. എന്താണെന്നൊക്കെ ഇനി വായിച്ചു നോക്കണം. ഇത് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ചെറുതായിരുന്നപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മമ്മിയും ഡാഡിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആ വെള്ളത്തിൽ ചവിട്ടിൽ അതിൽ അണുക്കൾ കയറും. അതുപോലെ കൊറോണ സമയത്ത് അണുക്കൾ കയറി ദുബായിലും നാട്ടിലൊക്കെ എത്തി. അപ്പോൾ ഈ അണുക്കളൊക്കെ നമുക്ക് ഇടയ്ക്കൊന്ന് കാണണ്ടേ. അതുപോലെ കൈ മുറിവുമ്പോഴോ ഒക്കെ അണുക്കളെല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് മേടിച്ചത്. ഒരു വട്ടൻ ചിന്തയാണെന്ന് തോന്നുമായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഓരോ വട്ടത്തരം ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. ഓക്കെ, ഇതിങ്ങനെ വെച്ചു.
ഊരണല്ലോ, വായിച്ച് നോക്കിയിട്ട് വേണം. അതിൻ്റെ ഓരോ ലെൻസുകളാണിത്. ഇതിന് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അടിയിൽ ലൈറ്റുണ്ട്, മേളിലും ലൈറ്റുണ്ട്. അതുപോലെ ഇതിൽ പല കളർ സംഭവങ്ങളുണ്ട്. ഏത് കളറിൽ വേണമെങ്കിലും വയ്ക്കാം. ഗ്രീൻ, റെഡ്, യെല്ലോ, പിന്നെ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. അതിനകത്ത് ഏത് കളറിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സ്പെസിഫിൻ വലുതായി കാണാൻ പറ്റും. ഞാനിതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഇതിനകത്തൊക്കെ എന്തൊക്കെയാണ് ഇതിനെ കണ്ടതെന്ന് പിന്നെ ഒരു ദിവസം ശരിയാക്കി തരാം. എനിവേ, ഒത്തിരി നാളായിട്ട് വിചാരിച്ചിരുന്നതാണ് ഒരു മൈക്രോസ്കോപ്പ് മേടിക്കണം, അണു വല്ലതും ഉണ്ടോ എന്ന് നോക്കണമെന്ന്. ഏതായാലും അങ്ങനെ അത് സാധിച്ചു. ഇതിനകത്ത് നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാനും ഒക്കെയുള്ള സാധനമുണ്ട്. കുറേ ലെൻസുകൾ തന്നിട്ടുണ്ട്. എന്തിനാന്നൊക്കെ ഇനി വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കുറേ ഗ്ലാസസ് ഉണ്ട്, ഇതിൻ്റെ സ്ലൈഡ്സ് സ്പെസിഫിക് നോക്കാം. പിന്നെ ഒരു വയറുണ്ട് ഇതിൻ്റെ ലൈറ്റ് ഓണാക്കാനും ഓഫ് ചെയ്യാനൊക്കെ. പിന്നെ ഇതുണ്ട്, ഈ ചെവിയിൽ ഇടുന്ന സാധനം പോലത്തെ, ഇയർബഡ്സ് പോലത്തെ സാധനം. ചെവിയിലിടാനാണോ അതായത് ക്ലീൻ ചെയ്യാനാണോ എന്നറിയാൻ പാടില്ല. എന്തായാലും ആ സാധനം തന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു കുഞ്ഞ് സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫോഴ്സെപ്സ്, ഒരു തുണി, പിന്നെ കുറേ പേപ്പറൊക്കെ ഉണ്ട്. അതെന്താ 1 part സർജറി, എന്താ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. അപ്പം ഞാനിതിൻ്റെ ഓപ്പറേഷൻസൊക്കെ നോക്കിയിട്ട് അതിൻ്റെ എന്തൊക്കെ കാണാൻ പറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ പുറകെ ഇടാം. See you.